വികസന കാര്യങ്ങൾ മുഖാമുഖം ചർച്ച ചെയ്ത് സമൂഹം അംഗീകരിക്കുന്ന നിലയിൽ ബോധ്യപ്പെടുത്താൻ LDF-നാവും. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ശ്രീ ശ്യാംകുമാറും ശ്രീ ജർമിയാസും പറഞ്ഞു നമ്മുടെ NH-66 കുറിച്ച്. ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ച പദ്ധതിയല്ലേ? 5780 കോടി രൂപ പിണറായി സർക്കാർ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് കേന്ദ്രത്തിൽ അടച്ച് രസീത് വാങ്ങിയ ശേഷമാണ് അതിന് അംഗീകാരം കിട്ടിയത്. ഉമ്മൻചാണ്ടി കളഞ്ഞിട്ട് പോയതാണ്. ആരാ ഇവിടെ പറയുന്നത്? ആരാണ് അവകാശവാദി? ആരാണ് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നിട്ടുള്ളത്? പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ രാജപാത 6 വരിയാകുമായിരുന്നില്ല. അതാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ള വികസന കാഴ്ചപ്പാടിലെ വ്യത്യാസം. നിങ്ങൾ നോക്കൂ, ഇവിടെ ശ്രീ പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ശ്രീ പ്രേമേന്ദ്രനെ കുറിച്ച് ജർമിയാസ് പറഞ്ഞല്ലോ, വികസനം 11,100 കോടി രൂപയുടെ വികസനം. ഞാൻ അതിലെ ഒരു കളവായ പ്രസ്താവന മാത്രം അദ്ദേഹം അച്ചടിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് DCC ഓഫീസിൽ വെച്ച് പ്രസിദ്ധീകരിച്ച വികസന രേഖയിൽ 565 കോടി രൂപ എഴുതി ചേർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല. കൊല്ലം കോർപ്പറേഷനിലെ 5 ലക്ഷം ജനങ്ങൾക്കും സമീപ 5 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ ഒരു ദിവസം 10 കോടി ലിറ്റർ ശുദ്ധജലം സംസ്കരിച്ച് വിതരണം ചെയ്യുന്ന ഞാങ്കടവ് കുടിവെള്ള പദ്ധതി 2012 സെപ്റ്റംബർ മാസം 30-ാം തീയതി കൊല്ലം കോർപ്പറേഷനും സംസ്ഥാന നഗരവികസന വകുപ്പും ഇന്ത്യ ഗവൺമെൻറ് അർബൻ ഡെവലപ്മെൻറ്റ് വകുപ്പും ചേർന്ന് ഒപ്പുവെച്ച ട്രൈപാർട്ടി എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയതാണ്. ശ്രീ പ്രേമേന്ദ്രൻ അന്ന് MP അല്ല. അതിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ട് സാധിച്ചു എന്നാണ്. 2012 ശ്രീമാൻ പ്രേമേന്ദ്രൻ MP ആണോ? UDF പ്രവർത്തകർ പറയൂ. ശരി, ഒരു വികസനവും ഈ കൊല്ലത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ ഒരു പ്രോജക്റ്റ് കൊടുത്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. 2012 MP ആണോ? തുപ്പാശ്ശേരി പറയൂ. 2012-ലോ? വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് ചർച്ചയിൽ പങ്കെടുക്കണം. മനസ്സിലായില്ലേ? കോൺഗ്രസിന് ആക്ഷേപമാണിത്. ഇത് കോൺഗ്രസിന് ആക്ഷേപമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അവസരം തരാമല്ലോ. ഈ കൊല്ലത്ത് ശ്രീ പ്രേമേന്ദ്രന്റെ വാഗ്ദാനങ്ങളാണ്. ഇതാണ് പ്രേമേന്ദ്രന്റെ വാഗ്ദാനങ്ങൾ. ഈ 11,100 കോടി രൂപ പറയുന്ന പദ്ധതിയിൽ നമ്മുടെ പാർവതി മില്ല് നിങ്ങൾക്കറിയാമല്ലോ. കൊല്ലത്തെ പാർവതി മിൽ 16 വർഷമായി പൂട്ടിക്കിടക്കുന്നു. നാനോ ടെക്സ്റ്റൈൽ ടെക്നോളജി പാർക്ക് ആരംഭിക്കുമെന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞതാണ്. ആരംഭിക്കാൻ കഴിഞ്ഞോ? നമ്മുടെ തുറമുഖം നിങ്ങൾ കേൾക്കൂ, ചേട്ടൻ കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ കേൾക്കൂ. ചവറയിലെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ അദ്ദേഹം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ചവറയിലെ തുപ്പാശ്ശേരിയുടെ ബ്ലോക്കിൽപ്പെട്ട മഠത്തിൽ രഘുവിൻ്റെ ഹോട്ടലിന് എതിർവശമുള്ള താലൂക്ക് ആശുപത്രി, ഫൗണ്ടേഷൻ ആശുപത്രി, 66 കോടി രൂപ ചെലവിൽ അവിടെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ഇത് നോക്കൂ, പ്രേമേന്ദ്രൻ പറഞ്ഞതാണ്, പത്രസമ്മേളനമാണ്. നോക്കൂ, ഒരെണ്ണം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല.